അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14 വെള്ളിയാഴ്ച. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ വഹിച്ചുള്ള വ്യോമസേനാ വിമാനം ഇന്ന് രാവിലെ 8:30 കൊച്ചി വിമാനത്താവളത്തിലെത്തുമെന്ന് അധികൃതർ. 45 പേരിൽ 31 പേരുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുകയെന്നാണ് വിവരം. 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരുന്നതെന്ന് നോർക്ക അധികൃതർ അറിയിച്ചു. മുംബൈ സ്ഥിരതാമസക്കാരനായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ഡെന്നി ബേബിയുടെ മൃതദേഹം മുംബൈയിലേക്ക് കൊണ്ടുപോകും. കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും. മൃതദേഹങ്ങൾ വിമാനത്താവളത്തിലെത്തിയ ഉടൻ വീടുകളിലേക്ക് എത്തിക്കാൻ ആംബുലൻസുകൾ സംസ്ഥാന സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മുഴുവൻ പേരെയും തിരിച്ചറിഞ്ഞതായി വിവരം. 49 പേരിൽ 46 പേർ ഇന്ത്യക്കാരാണ്. 3 പേർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. 24 മലയാളികളുടെ ജീവനുകളാണ് ദുരന്തത്തിൽ ഇല്ലാതായത്. 7 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. 3 പേർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരുമാണെന്ന് കുവൈത്ത് അധികൃതർ അറിയിച്ചു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ: അരുൺ ബാബു തിരുവനന്തപുരം, നിതിൻ കുത്തൂർ കണ്ണൂർ, തോമസ് ഉമ്മൻ പത്തനംതിട്ട, മാത്യു തോമസ് ആലപ്പുഴ, ആകാശ് എസ് നായർ പത്തനംതിട്ട, രഞ്ജിത്ത് കാസർഗോഡ്, സജു വർഗീസ് പത്തനംതിട്ട, കേളു പൊന്മലേരി കാസർഗോഡ്, സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം, MP ബാഹുലയൻ മലപ്പുറം, കുപ്പൻപുരയ്ക്കൽ നൂഹ് മലപ്പുറം, ലൂക്കോസ് അഥവാ സാബു കൊല്ലം, സാജൻ ജോർജ് കൊല്ലം, PV മുരളീധരൻ പത്തനംതിട്ട, വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ, ഷമീർ ഉമറുദ്ദീൻ കൊല്ലം, ശ്രീഹരി പ്രദീപ് കോട്ടയം, ബിനോയ് തോമസ്, ശ്രീജേഷ് തങ്കപ്പൻ നായർ, സുമേഷ് പിള്ള സുന്ദരൻ, അനീഷ് കുമാർ ഉണ്ണങ്കണ്ടി, സിബിൻ തേവരോത്ത് എബ്രഹാം, ഷിബു വർഗീസ്, ഡെന്നി ബേബി എന്നിവരാണ്. കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് റിപ്പോർട്ട്. കുവൈത്ത് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗാർഡ് റൂമിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നും ഫയർഫോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ്ഹൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ഉത്തരവിട്ടു. പരിക്കേറ്റവരെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയും ആശുപത്രിയിൽ സന്ദർശിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്തിലേക്കുള്ള യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാലാണ് യാത്ര ഉപേക്ഷിച്ചതെന്നും കേന്ദ്ര നിലപാട് നിർഭാഗ്യകരമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ദുരന്തത്തിന്റെയും കണ്ണീരിന്റെയും മുന്നിൽ കേന്ദ്രം സ്വീകരിച്ചത് തെറ്റായ നടപടിയാണെന്നും എന്തൊക്കെ വന്നാലും ദുരന്തബാധിത കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. കേരള നിയമസഭാ സമുച്ചയത്തിൽ ഇന്ന് നടക്കുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം വൈകുന്നേരത്തേക്ക് മാറ്റി. വൈകുന്നേരം 3 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നത് ഏറ്റുവാങ്ങുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും കൊച്ചിയിലേക്ക് പോകുന്നതിനാലാണ് ഉദ്ഘാടന ചടങ്ങിന്റെ സമയം മാറ്റിയത്. നീറ്റ് UG പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാൻ സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ ഫലം റദ്ദാക്കി റീടെസ്റ്റ് നടത്താനുള്ള NTA സമിതി ശുപാർശ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള പരീക്ഷ വീണ്ടും നടത്താൻ അക്കാദമിക് വിദഗ്ധരുടെ ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് കോടതിയിൽ മറുപടി നൽകുമെന്നും കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. CPM കേരളത്തിൽ മദ്യനയം ഉപയോഗിച്ച് കോടികൾ പിരിച്ചെടുത്തെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് BJP സഹസ്ര കോടികൾ പിരിച്ചെടുത്തതിന് സമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് പിണറായി വിജയൻ ഇവിടെ മദ്യനയത്തിൽ അത് നടപ്പാക്കിയെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
നല്ല ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുൻ DGP സിബി മാത്യൂസിന്റെ നിർഭയം എന്ന പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സൂര്യനെല്ലി പീഡന കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതിനാലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സിബി മാത്യൂസിനെതിരെ സൂര്യനെല്ലി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KK ജോഷിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പുസ്തകത്തിലെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതി അസാധുവാക്കി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിയെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ യുവതി തനിക്ക് മാതാപിതാക്കളോടൊപ്പം പോകാൻ താൽപര്യമില്ലെന്നും ഡൽഹിക്ക് പോകാനാണ് താൽപര്യമെന്നും പറഞ്ഞു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ യുവതി ഡൽഹിയിലുണ്ടെന്ന് നേരത്തെ സൂചന ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീണെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. പത്മജ BJPയിൽ ചേർന്നത് 1% പോലും തോൽവിക്ക് കാരണമായിട്ടില്ല. അതോടൊപ്പം തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൽ പാർട്ടി സംവിധാനത്തിനും തനിക്കും വീഴ്ച പറ്റിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. രാഹുൽ വയനാട് ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക മത്സരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലായിടത്തും പോയി മത്സരിക്കേണ്ടതില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു. പെൻഷനടക്കം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കാത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നുവെന്നും സൂക്ഷ്മമായി പരിശോധിച്ച് തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ കണ്ടെത്തി തിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി പരിശോധന തുടങ്ങി. ഡാമിൽ പരിശോധന നടത്തുന്നത് ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ 5-അംഗ സമിതിയാണ്. എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവയ്ക്കൊപ്പം വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡും സമിതി പരിശോധിക്കും. പരിശോധനയ്ക്ക് ശേഷം സമിതി കുമളിയിൽ യോഗം ചേരും. അണക്കെട്ടിൽ വിദഗ്ധ പരിശോധന നടത്തണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഒഴിയും മുമ്പ് കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കളറടിച്ചിരിക്കുമെന്ന് വെല്ലുവിളിച്ച് ഗതാഗത മന്ത്രിയുടെ പാർട്ടിയുടെ യുവജന വിഭാഗം നേതാവ് കേരള യൂത്ത് ഫ്രണ്ട് ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശമാണ് പുറത്തായത്. നിലവിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ബാധകമായ വെള്ള നിറത്തിലുള്ള കളർ കോഡ് നിയമത്തിൽ മാറ്റം വരുത്താൻ ഗതാഗത വകുപ്പ് നീക്കം നടത്തുന്നതായി നേരത്തെ വാർത്ത പുറത്തുവന്നിരുന്നു. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികളുടെ സർക്കാർ ജീവനക്കാരായ മാതാപിതാക്കൾക്കും സർക്കാർ ജീവനക്കാർക്കും വീടിന് സമീപമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥലം മാറ്റം നൽകാൻ ഉത്തരവായി. മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ജൂൺ 15 വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കണം. കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ TC സമർപ്പിക്കുന്നതിന് സാവകാശം നൽകാൻ സർവകലാശാലകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പ്രവേശന പ്രക്രിയ പൂർത്തീകരിക്കുന്ന സമയം വരെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സാവകാശം നൽകാൻ സർവകലാശാലകൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസമുണ്ടാകുന്നത് മൂലം വിവിധ കോഴ്സുകളിലേക്ക് നടക്കുന്ന പ്രവേശന പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സർവകലാശാലകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചേംബർ ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഇറക്കി ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ. വിരമിക്കുന്ന ദിവസത്തിന് ശേഷം ജഡ്ജിമാർ ചേംബർ ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കിയാണ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ജഡ്ജി വിരമിച്ച് 3ാമത്തെ പ്രവൃത്തി ദിവസം വൈകുന്നേരം 4:30 മുമ്പ് എല്ലാ കേസ് രേഖകളും ജീവനക്കാർ രജിസ്ട്രിക്ക് കൈമാറണം. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു.
ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. കാവേരി കോളിംഗ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഫുഡ് ഫോറസ്റ്റ് കൾട്ടിവേഷൻ ആൻഡ് ഡ്രൈ ഫ്രൂട്ട് ഫെസ്റ്റിവൽ ജൂൺ 23 പുതുക്കോട്ടയിൽ. ഈ സെമിനാറിന്റെ ഭാഗമായി 300 തരം മാമ്പഴങ്ങളുടെയും 100 കണക്കിന് ചക്കകളുടെയും 100 കണക്കിന് വാഴപ്പഴങ്ങളുടെയും പ്രദർശനം നടക്കുന്നതാണ്. കൂടാതെ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടർച്ചയായി 4 തവണ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മോദി ചർച്ച നടത്തിയത്. ഭീകരരെ നേരിടാൻ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ചൈനയും പാകിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ ജമ്മു കാശ്മീരിനെ പരാമർശിച്ചതിനെ വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. G7 ഉച്ചകോടിക്കായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അമേരിക്ക, യുക്രൈൻ, ഫ്രാൻസ് രാജ്യത്തലവന്മാരുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും നിലനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിൽ അജിത് ഡോവലിനെ ഇത് 3ാം ഊഴമാണ്. PK മിശ്രയെയും മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിലനിർത്തി. BS യെദ്യൂരപ്പയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട്. പോക്സോ കേസിൽ ബാംഗ്ലൂരു കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയത്. നേരത്തെ കേസിൽ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ച് യെദ്യൂരപ്പയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. ജൂൺ 15 മുമ്പ് കുറ്റപത്രം സമർപ്പിക്കണം എന്നും യെദ്യൂരപ്പയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അന്വേഷണ സംഘം നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് കോടതി പുറത്തിറക്കിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ അടിവസ്ത്രം അഴിച്ചുമാറ്റുന്നതും പെൺകുട്ടിയുടെ മുന്നിൽ നഗ്നനാകുന്നതും ബലാത്സംഗ ശ്രമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി. പകരം സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്നതായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 33 വർഷം പഴക്കമുള്ള കേസിലാണ് ഇത്തരമൊരു വിചിത്ര വിധി കോടതി പുറപ്പെടുവിച്ചത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിനും വിവേചനത്തിനും എതിരെ ശബ്ദമുയർത്തിയ ജീവനക്കാരെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടെന്നാരോപിച്ച് സ്പേസ് എക്സിനും മേധാവി ഇലോൺ മസ്കിനുമെതിരെ കേസ്. 2022 കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരാണ് മസ്കിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ 2 പേർ വനിതകളും മറ്റുള്ളവർ പുരുഷന്മാരുമാണ്. മസ്കിന്റെ പെരുമാറ്റം സ്പേസ് എക്സിൽ സെക്സിസ്റ്റ് സംസ്കാരം വളർത്തിയെടുത്തുവെന്നും വനിതാ എഞ്ചിനീയർമാർ പതിവായി പീഡനത്തിനും ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾക്കും വിധേയരായെന്നും ആരോപണത്തിൽ പറയുന്നു. 2020 ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ ബംഗ്ലാദേശിന് 25 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡച്ച് ടീമിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 2020 ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഒമാനെതിരെ ഇംഗ്ലണ്ടിന് അനായാസ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ വെറും 47 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 3.1 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.